പാരന്റ്സ് ഒക്കെ സപ്പോർട്ടീവ് ആണോ ഫോർ ദിസ് ആക്ടിങ്? ഭയങ്കര താല്പര്യം തന്നെയാണ്. എങ്ങനെയാ മൂവിയിലേക്ക് വന്നത്? ഫസ്റ്റ് ചേട്ടൻ മോഡലിംഗ് ചെയ്തിരുന്നു. ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ഒരു ഹെന്ന സിൽസ് പറഞ്ഞ ആഡിന് വന്നായിരുന്നു. അപ്പോൾ 8 months. ഓക്കെ. അപ്പോൾ ചെറിയ കുട്ടിയായിരുന്നു, ഞാൻ ഭയങ്കര തടിയായിരുന്നു. ഓക്കെ, ഇത് കേട്ട വിവരമാണ്, അച്ഛനെയും അമ്മയുടെ അടുത്ത് കേട്ട വിവരങ്ങളാണ്. ഓക്കെ, അങ്ങനെ എടുത്തതാണ്. അവിടെ നിന്നാണ് സ്റ്റാർട്ടിങ്. പിന്നെ 1.5 വയസ്സായപ്പോ ഫസ്റ്റ് മൂവി ചെയ്തു, കാണാൻ വന്നതാ. അപ്പോൾ എടുത്തു. ഓക്കെ. അപ്പോൾ ലാലേട്ടൻ്റെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ലാലങ്കിളുടെ കൂടെ മലബാർ ഗോൾഡിൻ്റെ ആണ് ചെയ്തത്. അപ്പോൾ ലാലങ്കിൾ ചോദിച്ചാൽ ഭയങ്കര രസമാണ്, എല്ലാം പറഞ്ഞു തരും. ലാലങ്കിൾ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, വേണ്ട ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് ഭയങ്കര സ്വീറ്റാ, എല്ലാം നല്ല രീതിയിൽ പറഞ്ഞു. ലാലങ്കിള് നമ്മുടെ ഏജ് പോലെ തന്നെയാണ്. അവിടെ വന്നു കഴിഞ്ഞാല് അതേ കുട്ടി പോലെ തന്നെ. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു നാൾ വരും, അതാണ് ലാലങ്കിളുടെ ഫസ്റ്റ് മൂവി. അതിൽ ചെയ്യുമ്പം ഒരു ഡയലോഗിൽ എനിക്ക് ബാത്റൂം പോകണമെന്ന് പറഞ്ഞ വരെ ഞാൻ പറഞ്ഞ എനിക്ക് ടോയ്ലറ്റ് പോകണം. അപ്പം എല്ലാം കട്ട് പറഞ്ഞിട്ട് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വന്നു പറഞ്ഞു, അയ്യോ ഒരു റീടേക്ക് എടുക്കണം, ഡയലോഗ് തെറ്റിപ്പോയി. കുട്ടികൾ അവരുടെ രീതിയിൽ പറയട്ടെ അങ്ങനെയെങ്കിലും പറഞ്ഞു. ഫുൾ എനിക്ക് ഞാൻ പേടിച്ചായിരുന്നു, പക്ഷെ എന്നെ ഇനി വഴക്ക് പറയല്ലോ ഞാൻ കാരണം ഇത് തെറ്റി. പക്ഷേ ലാലങ്കിൾ ഫുൾ ആ ഒരു ചെറിയ കാര്യത്തിനാണെങ്കിൽ പോലും അങ്കിൾ ഇങ്ങനെ അത് കുഴപ്പമില്ല, കുട്ടികളുടെ രീതി പറയട്ടെ, അത് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫുൾ കെയറിങ് ആണ്. അത് ദൃശ്യത്തിൻ്റെ സെറ്റ് പോയപ്പോൾ കുറച്ചുകൂടെ ഞാൻ മെച്ചുവറായി. അപ്പം അങ്കിളായിട്ട് ഭയങ്കരമായിട്ട് ഇടപെടാൻ പറ്റി. അടുത്തടുത്ത റൂമിൽ എപ്പോൾ വേണമെങ്കിലും വിളിക്കും. എനിക്ക് കണ്ണിന് പ്രശ്നം വന്നായിരുന്നു ആ ടൈമിൽ. അപ്പം ഭയങ്കര കെയറിങ്, വിളിച്ചിട്ട് അപ്പം അന്വേഷിക്കും. പിന്നെ അങ്കിൾ എന്നെ എടുത്ത് അങ്കിള് നടുവ് പണി കിട്ടി, അങ്കിൾ കിടപ്പാണ്. അപ്പം ഞാൻ വിളിക്കും, അപ്പം ആ മരുന്നൊക്കെ ഇട്ടോണ്ടിരിക്കുക, കുഴപ്പമില്ല, എന്ത് പറഞ്ഞാലും അങ്കിൾക്ക് കുഴപ്പമില്ല, അങ്കിൾ എല്ലാത്തിനും റെഡിയാണ്. അപ്പം അങ്ങനെ ഭയങ്കര കെയറിങ് ആണ് ലാലങ്കിൾ. മമ്മൂട്ടിയെ മറന്നുപോയി. അത് ഞാൻ ആദ്യം ചെന്നപ്പോൾ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങനെയൊന്നും അല്ല, ഭയങ്കര കൂളാണ്. തമാശയൊക്കെ പറയും. ബാസ്കറ്റ് ക്ലാസ്സുകൾ ചെയ്തപ്പോൾ ഞാൻ സനപ്പ് ഇരുന്നിട്ട് ഗെയിം കളിച്ചോണ്ടിരിക്കുന്ന മൊബൈലിൽ. അപ്പം നമുക്ക് ഇരുന്ന് ഗെയിം കളിക്കാം ഞങ്ങളുടെ കൂടെ വന്നിട്ട്. അപ്പം അങ്ങനെയായിരുന്നു, അടിക്കടി തമാശയൊക്കെ പറയും. അപ്പം അങ്ങനെ ഭയങ്കര രസമായിരുന്നു ആ സെറ്റ് തന്നെ. ഞാൻ കുഞ്ഞാനന്ദൻ്റെ കടയിലായിരുന്നു. അത് പാലക്കാട് ചൂടത്ത് ഭയങ്കര ടെൻഷൻ എല്ലാവരും. പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഐ തിങ്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും സ്പോർട്ട് ഡബിങ് ആണ്. സോ ഇവിടെ റസൂൽ പൂക്കുട്ടി അങ്കിളായിരുന്നു ചെയ്തത്. ഇവിടെയൊക്കെ മൈക്ക്. അപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും അതിനകത്ത് കേൾക്കും, അത് ക്യാച്ച് ചെയ്യും, ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്യും. അപ്പം പിന്നെ വേറൊരു കുഴപ്പമെന്ന് വെച്ചാൽ കണ്ണൂർ സ്ലാങ് ഒന്നും അറിയത്തില്ല, എനിക്ക് അങ്ങനത്തെ ടച്ചേ ഇല്ല. അവിടെ എടുത്തു അങ്ങനെയൊക്കെ ഒരു ഡിഫറെന്റ് ആണ് കേട്ടോ. അപ്പം അതൊന്നും അറിയത്തില്ല. അപ്പം ഏതെങ്കിലും ഒരു ലൈൻ തെറ്റിപ്പോയാൽ പോലും ആഡ് ചെയ്യാനായിട്ട് ഇല്ല. അപ്പം പിന്നെ മമ്മൂട്ടിയങ്കിളോട് ഭയങ്കര ടെൻഷനായിരുന്നു. ഈവൻ എന്താ റസൂൽ പൂക്കുട്ടി അങ്കിള് ഒരു തവണ എനിക്ക് തന്നെ എൻ്റെ ഇയർഫോൺ വെച്ചിട്ട് എനിക്ക് ഏൽപ്പിച്ചു തന്നു, എസ് എന്താ ഇത്രയും ഹാർട്ട് ബീറ്റ്, അതും മമ്മൂട്ടിയങ്ങളുടെ അടുത്ത് മാത്രം പോയി നിൽക്കുമ്പോൾ. കാരണം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ ഗ്രാജുവലി അതിങ്ങനെ കുറഞ്ഞു വന്നു. നല്ല എക്സ്പീരിയൻസ്. അങ്കിള് സത്യം ഭയങ്കര ഗെയിം കളിയാണ്. അങ്കിൾ ഐപാഡിലൊക്കെ ആംഗ്രി ബേർഡ്സും അതെല്ലാം കളിച്ചിട്ട് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ എത്തി നോക്കുമ്പോൾ ഇങ്ങനെ കാണാം. വേറൊരു മുഖം നമ്മൾ കണ്ടു കഴിഞ്ഞു ഈ രണ്ട് ചെറിയ കുട്ടികളുടെ കയ്യിൽ നിന്നും. അങ്കിള് ഭയങ്കര അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ അങ്കിള് ഇതാണ്. ഓരോ പുതിയ ഗെയിംസ് ഒക്കെ അവിടെ ഞാൻ കളിക്കുന്നത് നോക്കും, പിന്നെ ഡൗൺലോഡ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു ക്രേസ് ഒക്കെ ഉണ്ട് അങ്കിൾക്ക്. നല്ലൊരു ഓണമാണ് രണ്ടുപേർക്കും കിട്ടിയിരിക്കുന്നത്. അതെ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഓണത്തിന് കുറച്ച് കുസൃതി ചോദ്യങ്ങളായിരുന്നു. പണി ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുമോ? തിരിച്ചു ചോദിക്കാൻ പാടില്ല. അത് കൊള്ളാലോ. സ്കൂളായത് കാരണം ഇപ്പൊ ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. അത്യാവശ്യം എൻ്റെ അധികമൊന്നും ഇല്ല, എന്നാലും കുറച്ചൊക്കെ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കും ആൻസർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. തിരിച്ചിട്ടാൽ വലുതാകുന്നതാര്? തിരിച്ചിട്ടാൽ പാസ് പറ്റില്ലേ? ഉത്തരം അറിയില്ലെങ്കിൽ എനിക്കല്ലേ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. അറിയില്ല. നമ്പർ 6. തിരിച്ചിട്ടാൽ 9 ആയി. ഓക്കെ. അപ്പൊ ദാറ്റ് വാസ് എ ന്യൂ ക്വസ്റ്റ്യൻ. ഇനിയിപ്പോ സ്കൂളിൽ പോയിട്ട് ഫ്രണ്ട്സിനോട് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദിനേശിന്റെ അച്ഛന്റെ പേരെന്താ? ഗാന്ധിജി. അത് ഒരിക്കലും എവിടെയോ ഞാൻ കേട്ടിട്ടുള്ള ഒരു ഓർമ്മയുണ്ട്. ഗാന്ധിജി ഇസ് ദ ഫാദർ ഓഫ് ദിനേശൻ. അറിയാവുന്നോ? അറിയാവുന്നതുകൊണ്ടാണ് മിണ്ടാതെ. പക്ഷെ നെക്സ്റ്റ് ടൈം അറിയുമ്പോൾ ഉത്തരം പറയണം കേട്ടോ.
കയ്യിലിടാൻ പറ്റാത്ത വള. അയ്യോ എൻ്റെ അടുത്ത് ആരും ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. തവള. 2 പോയിന്റ്സ് കിട്ടിട്ടോ. പോയിന്റ്സ് ഒന്നും വേണ്ട. പോയിന്റ്സ് വേണ്ട. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിഫ്റ്റ് ഉണ്ടോ? ഗിഫ്റ്റ് അവസാനം നമുക്ക് ആലോചിക്കാം. മതി. കഴുത്തിലിടാൻ പറ്റാത്ത മാല. എനിക്കറിയില്ല. മാല അതെങ്ങനെ തവള പോലെ എന്തെങ്കിലും അവസാനം വരുന്നതായിരിക്കും. കുറച്ചൊക്കെ വിവരമുണ്ട്. സ്കൂളിൽ പോകുന്നതിന്റെ എവിടേക്കോ കാണിക്കുന്നുണ്ട്. ആലോചിച്ചോക്ക്. മാല മാല അവസാനം വരുന്ന ഏതെങ്കിലും ഒരു ബോർഡായിരിക്കും. കറക്റ്റാണ്. മാല. കറക്റ്റാണ്. കറക്റ്റാ. തിരമാല. അയ്യോ. ഓക്കെ. ഇനി ദ ലോങ്സ്റ്റ് ഇംഗ്ലീഷ് വേർഡ്. Longest English word. All the alphabets? No. Tell. No. Longest. അത് ശരിക്കും വേർഡ് തന്നെയാണോ? ശരിക്കും വേർഡ്. അതാ കുസൃതി ചോദ്യമാണ്. Like ABCD. It's a word. ഒരു ഇംഗ്ലീഷ് വേർഡ്. Alphabets. Alphabets. No. Tell. ഒരു ഇംഗ്ലീഷ് വേർഡ് ആണ്, പക്ഷേ കുസൃതി ചോദ്യമാണ്. കറക്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാ ശരിക്കുള്ളതല്ലോ. അല്ല, ശരിക്കുള്ളതല്ല. ശരിക്കുള്ളത് വേറെന്തോണ്? ആ വേർഡ് ചോദിക്കരുത്, എനിക്കറിയാം. ചേട്ടൻ പറയണ്ട. അറിയത്തില്ല. സ്മൈൽ, ബിക്കോസ് ഇറ്റ് ഹാസ് മൈൽസ് ഇൻ ഇറ്റ്. ഓക്കെ, അതൊരു കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റൻ ആയിരുന്നു. അധികം ചിന്തിക്കേണ്ട ക്വസ്റ്റൻ. ടൺ കണക്കിന് തുണികൾ വാഷ് ചെയ്യുന്ന സ്ഥലം. വാഷിംഗ്ടൺ. ഓക്കെ. പിന്നെ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ ഡാഷ് ആണ്. ഞാൻ ആ ക്വസ്റ്റ്യൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ ഉത്തരം മറന്നുപോയി എന്നല്ലേ പറയാൻ വരുന്നത്. ആ നമ്പറൊക്കെ എനിക്കറിയാം. ഉത്തരം ഞാൻ നോക്കില്ല. ഞാനും ഈ പ്രായം കഴിഞ്ഞാണ് വന്നത്. കാരണം ഞാൻ ഓക്കെ പറയട്ടെ. ഓക്കെ. പേരാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ മകളുടെ പേരാണ്. ഡാഷ് ആണെന്നല്ലേ പറഞ്ഞോളൂ. അതല്ലേ അച്ഛനല്ലേ? പേര് അതാണ് ആ ഡാഷിൽ ഫില്ല് ചെയ്യണ്ടേ. അച്ഛനായിക്കൂടെ ജവഹർലാൽ നെഹ്റു? അത് ഓൾറെഡി ആ സെന്റൻസിൽ ഇല്ലേ. ഓക്കെ. നെക്സ്റ്റ്. 28 ദിവസമുള്ള മാസം ഏത്? ഓ, ഞാൻ ഫെബ്രുവരി. എന്താ എനിക്കറിയാം. അറിയാം. എല്ലാ മാസത്തിലും 28 days ഉണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ആ സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? ഓക്കെ. തിരിച്ചു ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അത് മതിയല്ലോ. 8th ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും വീഴുന്നതിന്റെ ഡിഫറൻസ്. 8th ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും കോമൺ സെൻസ്. ബുദ്ധിയൊന്നും വേണ്ട, അതില്ലാത്ത സാധനം. വീഴുന്നതിന്റെ ഡിഫറൻസ്. 8th ഫ്ലോറിനും ഫസ്റ്റ് ഫ്ലോറിനും വീഴുന്നതിന്റെ ഡിഫറൻസ്. I don't know. എന്താ? 8th ഫ്ലോറിൽ നിന്ന് വീഴുമ്പോ വീണു. ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് വരുമ്പോ എന്നായിരിക്കും ഉണ്ടാവുക. എന്നാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇത് ചേച്ചി ചോദിച്ച പോലത്തെ ഒരു തരം ക്വസ്റ്റ്യൻ തന്നെയാ. ആർക്കും ഇഷ്ടമില്ലാത്ത ദേശം. ദേശമാണോ ദോഷമാണോ? ദേശം. സന്ദേശം? നോ, ഇതെല്ലാവർക്കും ഇഷ്ടമാണ്. ദേശം ഏകദേശം അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. അല്ല, ഏകദേശം കുഴപ്പമില്ലല്ലോ. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. നിർദ്ദേശം. ഉപദേശം. നിങ്ങളായിട്ട് ജയിക്കാൻ ഞാനില്ല. ബിക്കോസ് ഇപ്പൊ നിങ്ങൾക്കായിരിക്കും എന്തായാലും ഒബ്വിയസ്ലി കൂടുതൽ അറിയാൻ. എനിക്കും ഇങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോ നമുക്ക് ഇനി കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് ആയാലോ? അയ്യോ, കുഴപ്പമില്ല. അത്യാവശ്യം ഇഷ്ടമാണ്. ഓക്കെ. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ? സ്റ്റാർട്ട് ഇംഗ്ലീഷ്. ഓക്കെ. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കാം. She sells seashells on the seashore. She sells seashells on the seashore. The shells she sells are seashells, I'm sure. Okay, that's all I know. എനിക്ക് ബാക്കി അറിയില്ല. The shells she sells are seashells, I'm sure. The shells she sells are seashells, I'm sure. ഒന്നുകൂടി ആദ്യം മുതൽ. She sells seashells on the seashore. The shells she sells
is seashells. Are seashells. I'm I'm sure. sure. രണ്ടുപേരും കൂടി ഒരുമിച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. She sells. Seashells. What? She sells Seashells. seashells on the seashore, Okay. and The shells. the shells she sells are seashells. I'm sure. Yeah. Okay. Okay. നീ കൂടി പറഞ്ഞോ. ആദ്യത്തെ ലൈൻ തന്നെ ബ്ലാങ്ക് ആയി പോയി. എനിക്ക് ടങ് ട്വിസ്റ്റേഴ്സ് എനിക്ക് ഒട്ടുമില്ല. He sells seashells on the seashore, Okay. and The shells. the shells she sells are seashells. I'm sure. Okay. That is ഇങ്ങനെ രണ്ടുപേരും ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതും ഒരു ഇംഗ്ലീഷ് ആവാം. എനിക്ക് ആകെ അറിയുന്ന 2 ഇംഗ്ലീഷ് ടങ് ട്വിസ്റ്റേഴ്സ് ആണ്. Betty bought some butter, but the butter was bitter. Betty bought some better butter to make the bitter butter better. Okay. Betty bought some butter. The butter was bitter. Bitter. She bought some more butter. No. Betty bought some butter. The butter was bitter. So Betty bought some better butter to make the bitter butter better. Okay. Betty bought some butter, and the butter was bitter. So, Yeah. Betty bought some. Betty bought some more butter to make the butter better. Bitter butter better. Bitter butter better. Betty bought some butter, and the butter was bitter. Betty bought some. So Betty bought some more bitter butter to make the bitter butter better. ആകമൊത്തൊരു ബെറ്റി ബട്ടർ ബിറ്ററായി Butter ആയി പോയി അത്. ആകമൊത്തൊരു ബട്ടറായി മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മലയാളം ട്രൈ ചെയ്യാം. ആടലോടകം തിന്ന ആന അലറലോട് അലറൽ. ആടലോടകം തിന്ന ആന അലറലോട് അലറൽ. Okay, once more. ആടലോടകം തിന്ന ആന അലറലോട് അലറൽ. Okay, once more. ആടലോടകം തിന്ന ആന അലറലോട് അലറൽ. Okay. ആടലോടകം തിന്ന ആന ആടലോടകം തിന്ന ആന അലറലോടല്ലറൽ. Okay, ഇനി ആടലോടകം തിന്ന ആന അലറലോട് അലറൽ. ആടലോടകം തിന്ന ആന അലറലോട്. ഇപ്പൊ അലറി കഴിഞ്ഞു. ഓക്കെ, ഒന്നുകൂടി ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതാരു തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാരു തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഓക്കെ, പറഞ്ഞോ. ഇതാരു തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഒന്നുകൂടി. സന്ധി കേൾക്കൂ. ഓക്കെ, പറയാൻ അപ്പൊ ഉദ്ദേശമില്ല. നോക്കാം. എന്നാ ഒന്നുകൂടി പറഞ്ഞോ. ട്രൈ. ദാര് ആര് ഇതാര് തച്ച സഞ്ചി, ദാര് തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഇതാരു തച്ച സഞ്ചി, ഇത് ചന്ദ്രൻ ചന്തയിൽ തച്ച സഞ്ചി. ഫൈനലി. കുറച്ച് ടങ് ട്വിസ്റ്റേഴ്സ് അവസാനിപ്പിക്കണോ? ഓർ യു കൻ ചോദിക്കുന്നുണ്ടോ? ഇങ്ങോട്ടേക്കല്ലോ. എളുപ്പമുള്ളത് ചോദിക്കാം. ഓക്കെ, ചോദിച്ചോ. ഐ തിങ്ക് ലോറി റാലി പോലൊരു റോഡ് റാലി. അല്ല, സൈക്കിൾ റാലി. സൈക്കിൾ റാലി പോലൊരു ലാറി. ലോറി ലാരി. അത് അങ്ങനെയുണ്ട്. സൈക്കിൾ റാലി, ലോറി ലാരി പോലെ ഒരു സൈക്കിൾ റാലി പോലൊരു സൈക്കിൾ ലോറി റാലി പോലൊരു റോഡ് റാലി. ലോറി റാലി പോലൊരു റോഡ് റാലി. ഓക്കെ, ലോറി കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ. ലോറി റാലി പോലൊരു റോഡ് റാലി. ഒന്നുകൂടി. ലോറി റാലി പോലൊരു റോഡ് ലാറി. ലാറി തന്നെ, കറക്റ്റാ. വേറെ എന്തെങ്കിലും പറഞ്ഞത് അവസാനം ലാറി. അപ്പോൾ നമ്മുടെ ഓണം വിശേഷങ്ങൾ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ സമയമായി. അപ്പോൾ എല്ലാവർക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയുള്ള ഓണങ്ങളും വളരെയധികം അടിപൊളിയാവട്ടെ. ആഘോഷ തിമർപ്പോട് കൂടി ഒരുപാട് അവാർഡ്സ് വാങ്ങിക്കൂട്ടട്ടെ. അങ്ങനെ ഇനിയും ഇതന്നെയല്ല പ്രൊഫഷൻ ചൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രണ്ടുപേരും. എനിക്കും അങ്ങനെയാണ്. അല്ല, എനിക്കങ്ങനില്ല. അങ്ങനെയില്ലേ? എന്താ വേണമെങ്കിൽ എനിക്ക് എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഇഷ്ടമുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പൊ പ്രേക്ഷകർക്ക് ഒരു ഓണം വിഷ്. ജനം ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം.